നമ്മള് രാവിലെ എണീച്ചുണ്ടല്ലോ പുറത്തേക്ക് നോക്കിയപ്പോ ഒരു കൊച്ച് നമുക്ക് ടാറ്റയും തന്നിട്ടുണ്ട്. എന്ത് ക്യൂട്ടാണല്ലോ ഒരു കൊച്ചിനെ കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ പോണത് ത്രിപുരയിലേക്കാണ് ട്ടോ. ഏകദേശം ഒരുപാട് പോകാനുണ്ട്. വഴിയിൽ കുറച്ച് പിള്ളേര് പഞ്ച് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് തന്നെ നമ്മൾ ത്രിപുര എത്തും. ഇത് മിസോറാം ത്രിപുര ബോർഡറാണ് ട്ടോ ഈ ഒരു ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ ത്രിപുരയിലെത്തി. ഇനിയുള്ള കാഴ്ചകളെല്ലാം ത്രിപുരയിലൂടെയുള്ള യാത്രകളായിരിക്കും ട്ടോ. അങ്ങനെ നമ്മൾ പോകണമെങ്കിൽ കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടിട്ട് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഇവരാണ് ട്ടോ. ഇവർ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അവരോടൊക്കെ യാത്ര നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. ഈ ഒരു ഗ്രാമത്തിലെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മുളകൾ വെച്ചുണ്ടാക്കിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാ. എന്ത് രസമാണ് ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി. നമ്മളിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാ. അപ്പോഴാണ് കുറച്ച് ആൾക്കാർ വണ്ടി ഒതുക്കി നമ്മളോട് സംസാരിക്കാൻ വന്നത്. ഇതൊരു ചെറിയൊരു വഴിയാണ് കേട്ടോ, പക്ഷെ ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. അവരെങ്ങനെയൊക്കെ ഒതുക്കി കുറേ നേരം നമ്മളോട് വർത്താനം പറഞ്ഞിട്ട് അപ്പോഴാണ് ഒരു പയ്യനെ കണ്ടുപിട്ടിയത്. അവൻ എന്നോട് പറഞ്ഞു അവൻ്റെ വീട് ഇവിടെ അടുത്താണ്, അവിടെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അവൻ്റെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കണ്ടിട്ടാ. അങ്ങനെ അവരെല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്ത് കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ, എന്താല്ലേ. നമ്മൾ അവൻ്റെ സന്തോഷമാണ് അവിടെ നോക്കിയാട്ടാ, വേറെ ഒന്നുമല്ല കേട്ടാ. കാരണം അവൻ്റെ നാട്ടിൽ ഇതേപോലെ ആദ്യമായിട്ടാണ് അവർ ഒരാളെ കാണുന്നതെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ സന്തോഷം കേട്ടാ.